ഇനി ഡൽഹിയിലേക്ക് ദസറ ആഘോഷം കെങ്കേമമായി ഡൽഹി ഇപ്പം നടക്കുന്നു. അജീഷ് ജയകുമാർ മിൻ റോഡിലെ കാളി മന്ദിറിൽ നിന്ന് തത്സമയം. അജീഷ് പറയൂ. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് മിൻ റോഡിലെ കാളിമന്ദിറിലാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ ഈ ദുർഗാ വിഗ്രഹങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പന്തൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇങ്ങനെ ഈ നവരാത്രി ആഘോഷങ്ങൾക്കായി ഇങ്ങനെ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള പന്തലുകൾ ഒരുക്കാറുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള ഉത്സവങ്ങൾ പോലെ തന്നെ ആൾക്കൂട്ടം ഇങ്ങനെ ഒഴുകിയെത്തുന്നുണ്ട്. പക്ഷേ ആചാരങ്ങളിലും അവിടുത്തെ കലാപരിപാടികളിലൊക്കെ തന്നെ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു കലാപ്രകടനം നടക്കുകയാണ്. ഇങ്ങനെ ഓരോ ദിവസവും ഓരോ കലാപ്രകടനമൊക്കെ ഇങ്ങനെ ഈ പന്തലിന് മുന്നിൽ അരങ്ങേറും. ആളുകൾ അവരുടെ ആ ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ എത്തി ഈ ദുർഗാ പൂജയൊക്കെ നടത്തി പോകും, ചില വഴിപാടുകളൊക്കെ നടത്തി പോകും. നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ, കൂടുതലും ഈ കൊൽക്കത്തയിൽ നിന്നുള്ള വെസ്റ്റ് ബംഗാളിലെ ആളുകളാണ് ഈ ദുർഗാ പൂജയിൽ ഈ ഡൽഹിയിൽ കുടിയേറിയ ആളുകളാണ് കൂടുതൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഇവിടെ ഉള്ളവരും അല്ലാത്തവരും ഒക്കെ പങ്കെടുക്കാറുണ്ട്. നമുക്ക് ചില ആളുകളോട് ചോദിക്കാം. ഈ നവരാത്രി कैसे चल रहे? अच्छे थे भैया, बहुत अच्छे नवरात्र थे. आप दिल्ली से कहाँ जगह? जी दिल्ली अच्छा था. അപ്പോൾ നമ്മൾ ഈ ആളുകളോട് ചോദിക്കുമ്പോൾ ഡൽഹിയിലുള്ളവർ തന്നെയാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇങ്ങനെ പക്ഷേ കൂടുതൽ ആളുകളും ഈ പശ്ചിമ ബംഗാളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തി ജോലിക്കും മറ്റുമായിട്ട് ഇവിടെ എത്തി താമസമാക്കുന്നവരാണ് കൂടുതലും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. ഇങ്ങനെ വലിയ ആഘോഷമാണ്. ഇവിടെ ഭക്ഷണമൊക്കെ പങ്കുവെച്ചും ഇവിടുത്തെ കലാപ്രകടനങ്ങൾ ആസ്വദിച്ചും ഭക്ഷണം കഴിച്ചും അതേപോലെ തന്നെ പ്രത്യേക പൂജകളൊക്കെ കഴിച്ചുമായിരിക്കും ഈ ഡൽഹിയിലെ ദുർഗാ പൂജയോടൊപ്പം തന്നെ ഈ ദസറ ആഘോഷങ്ങളൊക്കെ നടക്കുന്നു. എന്തായാലും ഈ 2 ദിവസം കൂടി ആഘോഷം ഉണ്ടാകും. ഈ 9 ദിവസത്തെ വലിയ ഉത്സവം തന്നെയാണ്. ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഈ CR പാർക്കാണ്, ചിത്തരഞ്ജൻ പാർക്കാണ്. അവിടെയാണ് ഡൽഹിയിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷമുള്ളത്. അവിടെ ഇതിനേക്കാൾ വലിയ സെറ്റുകളൊക്കെ ദുർഗാ വിഗ്രഹങ്ങളൊക്കെ അണിയിച്ചൊരുക്കിയ പന്തലുകളായിരിക്കും ഉണ്ട്. അവിടെയാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തിയത്. അവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ആഘോഷ ദിവസം കൂടെ എത്തിച്ചേരുന്നത്. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദുർഗാ പൂജ ആഘോഷിക്കാനൊപ്പം തന്നെ ഈ നവരാത്രി ആഘോഷവും ദസറ ആഘോഷിക്കാനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.